ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്ന കെ രാഗേഷ് നമ്മുടെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതാവെന്ന നിലയിൽ ദിവസങ്ങളോളം ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തിരുന്നു. അഖിലേന്ത്യാ കിസാൻ സഭ സജീവമായി അതിൽ പങ്കെടുത്തിരുന്നു. ശരിയായ രീതിയിൽ പ്രക്ഷോഭത്തിൻ്റെ കൂടെ അണിനിരന്നിരുന്നു. എന്നാൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിൻ്റെ പേരാർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇങ്ങനെ ഒരാളെ ഞങ്ങൾ എവിടെയെങ്കിലും കണ്ടുവെന്ന്? എന്തേ കോൺഗ്രസിൻ്റെ ശബ്ദം കേൾക്കാതിരുന്ന ആ ഘട്ടത്തിൽ? ഇതുപോലെ അതിപ്രധാനമായൊരു പ്രക്ഷോഭം ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസ് എന്തേ നിശബ്ദത പാലിച്ചത്? അപ്പോൾ കോൺഗ്രസ്സിന് അവരുടെ നയം കൂടുതൽ തീവ്രമായി നരേന്ദ്രമോദിയും BJP ഗവൺമെൻറ് നടപ്പാക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് വസ്തുത. ഇപ്പോൾ കാർഷിക രംഗത്ത് വിവിധ സഹായങ്ങൾ നിർത്തലാക്കുകയാണ്. ഒരു ഭാഗത്ത് വളത്തിൻ്റെയും മറ്റും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സബ്സിഡി പൂർണ്ണമായി ഒഴിവാക്കുന്നു. കർഷകദ്രോഹ നടപടികൾ വലിയ തോതിൽ തുറന്നു വരുന്നു. ഇപ്പം രാജ്യങ്ങളുമായി ഒപ്പിടുന്ന കരാറുകൾ നമ്മുടെ രാജ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് കൃഷിക്കാരെയാണ്. ആസിയാൻ കരാർ ഒപ്പിട്ടതിൻ്റെ ഭാഗമായി എന്ത് സംഭവിച്ചുവെന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ ആരോടും പറയേണ്ട കാര്യമില്ല. ആസിയാൻ കരാർ ഒപ്പിട്ടത് കോൺഗ്രസ് ആയിരുന്നു. ആ കരാറിൻ്റെ ഭാഗമായി വലിയ നേട്ടങ്ങൾ നമ്മുടെ രാജ്യത്തിലെ കർഷകർക്ക് ഉണ്ടാക്കുമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ പ്രചരണം. എവിടെ നേട്ടം? ഇവിടെ കോട്ടം മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ കാർഷികോൽപ്പന്നങ്ങൾ പലതുമാണ് ചെറിയ വിലക്ക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യപ്പെട്ടത്. പ്രതികൂലമായി ബാധിച്ചത് നമ്മുടെ കർഷകരെയാണ്. അത്തരമൊരു കരാർ ഒപ്പിടുമ്പോൾ ആ കരാറ് കൃഷിക്കാരെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് പരിശോധിക്കാൻ തയ്യാറായോ? ആ കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാൻ തയ്യാറായോ? ഏതെങ്കിലും തലത്തിൽ വിശദമായ ചർച്ചയുണ്ടായോ? ഒന്നുമുണ്ടായില്ല. ഇത് കോൺഗ്രസ്, ഇപ്പുറത്തിപ്പോൾ BJP. എന്താ BJPയുടെ അവസ്ഥ? ഇപ്പോഴും വന്നല്ലോ കരാറ്. ഇപ്പോഴത്തെ കരാർ അമേരിക്കയുമായാണ്. അമേരിക്കയുമായി കരാർ ഒപ്പിടുമ്പോൾ ഞങ്ങൾ കരാർ ഒപ്പിട്ടിരിക്കുന്നുവെന്ന് പറയാൻ പോലും ഇന്ത്യ ഗവൺമെൻറ് കഴിയുന്നില്ല. ആ കാര്യം ആദ്യം പറയുന്നത് ട്രംപാണ്, അമേരിക്കയാണ്. അമേരിക്ക പറയുമ്പോഴാണ് ഇന്ത്യക്കാർ ഇങ്ങനൊരു കരാർ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ നമ്മുടെ രാജ്യത്തേക്ക് വരാൻ പോകുന്നു. വൻതോതിൽ കൃഷിക്കാരെ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നു. ഇവിടെ
അത്തരം നടപടികൾ കക്ഷി വ്യത്യാസമന്യേ കൃഷിക്കാരെ ദ്രോഹിക്കുന്ന നടപടിയാണ്, രാജ്യത്തിനെതിരായ നടപടിയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത അസംതൃപ്തി കർഷകരിൽ ഉയർന്നു വരികയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന കർഷകർ ആ കർഷകരുടെ ബാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടപടികളാണ് ഗവൺമെൻറ് തുറന്നു വരുന്നത്. ഇപ്പോൾ കാർഷിക വൃത്തിക്ക് വൈദ്യുതി സൗജന്യമായി കൊടുക്കുന്നുണ്ട്. ആ സൗജന്യം വേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള നിയമം വരുന്നു. അതിനാവശ്യമായ നടപടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ തലത്തിലും കൃഷിക്കാരെ ദ്രോഹിക്കുന്ന നടപടിയാണ്. ശക്തമായ പ്രതിഷേധം ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരായിട്ട് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ഇത്തരത്തിൽ പ്രയാസമനുഭവിക്കാത്ത ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ കാണാൻ കഴിയുമോ? കൃഷിക്കാരെടുത്താൽ ഏറ്റവും കൂടുതൽ പ്രയാസം. ആത്മഹത്യയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നാം കാണേണ്ടത് ലക്ഷക്കണക്കിൽ കോടി രൂപയുടെ കടം കോർപ്പറേറ്റുകൾ എടുത്തത് എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാരിന് വിഷമമില്ല. ഏതെങ്കിലും കൃഷിക്കാരെടുത്ത വായ്പ എഴുതിത്തള്ളിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? അതാണ് പ്രശ്നം.